മാർച്ച് 23 തിങ്കളാഴ്ച പുലർച്ചെ ന്യൂയോർക്ക് സമയം 6:49. ലോകം ഉറക്കമുണരുന്നതേയുള്ളൂ. വാൾ സ്ട്രീറ്റ് ട്രേഡിംഗ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ കൃത്യം 6:49-നും 6:50-നും ഇടയിൽ, അതായത് വെറും 60 സെക്കൻഡുകൾക്കുള്ളിൽ വിപണിയിൽ അസാധാരണമായ ചിലത് സംഭവിച്ചു. സാധാരണയായി വലിയ വിപണനങ്ങളൊന്നും നടക്കാത്ത താരതമ്യേന ശാന്തമായ ഈ നേരത്താണ് വമ്പൻ തോതിലുള്ള വ്യാപാരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. S&P 500 ഫ്യൂച്ചേഴ്സിലും എണ്ണ വിപണിയിലുമായിരുന്നു ഈ അസാധാരണമായ ഉണർവ് ദൃശ്യമായത്. ഏകദേശം $500 മില്യൺ, അതായത് 4800 കോടിയിലധികം രൂപയുടെ ഓയിൽ ഫ്യൂച്ചേഴ്സ് വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടു. സാധാരണ വോളിയത്തേക്കാൾ 6 മടങ്ങ് അധികമായിരുന്നു ഈ ഒരു വിപണനം. അതിശയകരമായ കാര്യം ഇതാണ്, ഈ ഒരു വമ്പൻ ട്രേഡ് കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതായത് 7:04 പ്രസിഡന്റ് ട്രംപിന്റെ ആ ഒരു ട്വീറ്റ് വരുന്നു. ഇറാനുമായുള്ള യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നതായിരുന്നു ആ ഒരു സന്ദേശം. സമാധാനത്തിന്റെ പാതയിലാണ് നമ്മൾ. ഈ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ കോടികളുടെ പന്തയം വിപണിയിൽ വെച്ച് കഴിഞ്ഞിരുന്നു എന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു മെസ്സേജ് വന്നതോടെ അതുവരെ ബാരലിന് $110 മുകളിൽ നിന്നിരുന്ന ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു. വെറും മിനിറ്റുകൾക്കുള്ളിൽ അത് $92 അതായത് ഓയിൽ വില ഇടിയുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഒരു അജ്ഞാതൻ നടത്തിയ നീക്കം വെറും 20 മിനിറ്റിനുള്ളിൽ സമ്മാനിച്ചത് $100 മില്യൺ, അഥവാ 840 കോടി രൂപയുടെ അറ്റാദായമാണ്. ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ അൺയൂഷ്വൽ വീൽസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ ഒരു നിക്ഷേപകൻ വെറും ഒരു ഓയിൽ ട്രേഡർ ആയിരുന്നില്ല. വളരെ പ്രൊഫഷണലായ ഒരു കളിയാണ് അയാൾ കളിച്ചത്. 2 വ്യത്യസ്തമായ നീക്കങ്ങളാണ് ഈ നിഗൂഢ നിക്ഷേപകൻ നടത്തിയത്. ആദ്യത്തേത് അമേരിക്കൻ ഓഹരി വിപണിയിലെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപമായിരുന്നു. ഏകദേശം 12,600 കോടി രൂപ, അതായത് $1.5 ബില്യൺ മൂല്യമുള്ള S&P 500 ഫ്യൂച്ചേഴ്സ് ആണ് ഇവർ വാങ്ങിക്കൂട്ടിയത്. ഇറാനുമായുള്ള സംഘർഷം കുറയുന്നതോടെ ഓഹരി വിപണി കുതിച്ചുയരുമെന്ന കൃത്യമായ കണക്കുകൂട്ടലായിരുന്നു ഇതിന് പിന്നിൽ. രണ്ടാമത്തെ നീക്കം എന്ന് പറയുന്നത് എണ്ണ വിപണിയിലായിരുന്നു. യുദ്ധഭീതി ഒഴിയുന്നതോടെ ക്രൂഡ് ഓയിൽ വില താഴേക്ക് പോകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏകദേശം 1615 കോടി രൂപയുടെ എണ്ണ ഫ്യൂച്ചേഴ്സ് ഇവർ വിറ്റഴിച്ചു. ആ സമയത്ത് വിപണിയിൽ ഉണ്ടായിരുന്ന സാധാരണ വോളിയത്തേക്കാൾ 4 മുതൽ 6 മടങ്ങ് വരെ അധികമായിരുന്നു ഈ ഒറ്റപ്പെട്ട ഇടപാടുകൾ. ട്രംപിന്റെ പ്രഖ്യാപനം വന്ന നിമിഷം തന്നെ വിപണി അതിവേഗം പ്രതികരിച്ചു. ഓഹരി വിപണി 2.5% കുതിച്ചുയർന്നപ്പോൾ എണ്ണ വില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $109 നിന്ന് $92 താഴ്ന്നു. അതായത് വെറും 20 മിനിറ്റിനുള്ളിൽ എണ്ണ വിപണിയിൽ നിന്ന് മാത്രം ഈ നിക്ഷേപകൻ നേടിയത് ഏകദേശം $100 മില്യൺ, അല്ലെങ്കിൽ 840 കോടി രൂപയാണ്. ഓഹരി വിപണിയിലെ ലാഭം കൂടി കണക്കിലെടുത്താൽ ഈ തുക ഇതിലും എത്രയോ മടങ്ങ് വർദ്ധിക്കും. വിപണിയെ ബാധിക്കുന്ന ഏതെങ്കിലും സാമ്പത്തിക ഡേറ്റകളോ അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളോ ഇല്ലാത്ത ഒരു സാധാരണ തിങ്കളാഴ്ച രാവിലെ ഇത്രയും വലിയ തുകയുടെ റിസ്ക് എടുക്കാൻ ഒരാൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന വാർത്തയെക്കുറിച്ചുള്ള കൃത്യമായ അറിവോടുകൂടി തന്നെയാകണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പ്രധാനപ്പെട്ട സർക്കാർ തീരുമാനങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ വമ്പൻ വ്യാപാരങ്ങൾ വിപണിയിൽ നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുടെ അറസ്റ്റിന് തൊട്ടു മുൻപ് പോളി മാർക്കറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നടന്ന പന്തയങ്ങൾ ഇതിന് സമാനമായ ഉദാഹരണമാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ വിപണിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന ഉന്നത തലത്തിലുള്ള ആർക്കോ ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണം വളരെ ശക്തമാണ്. വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് നിക്ഷേപകർക്കിടയിൽ ഉയരുന്നത്. എങ്കിലും വൈറ്റ് ഹൌസ് ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെയും ഏക ലക്ഷ്യം അമേരിക്കൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണെന്ന് വക്താവ് കുഷ് ദേശായി വ്യക്തമാക്കി. ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തി ആരെങ്കിലും ലാഭമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവകരമായ കുറ്റമാണ് എന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും സർക്കാർ അറിയിച്ചു. എന്നാൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിക്ഷേപകർക്കിടയിൽ അനാവശ്യ ഭീതി പടർത്താനേ ഉപകരിക്കൂ എന്നാണ് ഭരണകൂടത്തിന്റെ നിലപാട്. എന്നാൽ നിക്ഷേപകരും ഹെഡ്ജ് ഫണ്ട് മാനേജർമാരും ഈ വിശദീകരണത്തിൽ അത്ര തൃപ്തരല്ല. വിപണിയുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് അവരുടെ ആവശ്യം. അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SEC ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. മറ്റൊരു വശത്ത് ഇറാൻ ഈ സംഭവത്തെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക തന്ത്രമായിട്ടാണ് കാണുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറയുന്നത് അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും തങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ്. വിപണികളെ കൃത്യമായി നിയന്ത്രിക്കാനും എണ്ണവില കുറയ്ക്കാനും വേണ്ടി അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഫേക്ക് ന്യൂസ് പ്രചാരണത്തിന്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനമെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇറാൻ ഈ പ്രഖ്യാപനത്തെ നിഷേധിച്ചതോടെ വിപണിയിൽ വീണ്ടും അസ്ഥിരത പ്രകടമായിട്ടുണ്ട്. ഓഹരി വിപണിയിലെ നേട്ടം കുറയുകയും എണ്ണവില വീണ്ടും ഉയരാൻ തുടങ്ങുകയും ചെയ്തു.
സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സോഷ്യൽ മീഡിയ വഴി വിവരങ്ങൾ കൈമാറുന്ന രീതിയും വിപണിയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. ട്രൂത്ത് സോഷ്യൽ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ ഒരു പോസ്റ്റിന് സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. ഇത് സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വമ്പൻ നിക്ഷേപകർക്ക് വിവരങ്ങൾ നേരത്തെ ലഭിക്കുമ്പോൾ വിപണിയിലെ അസ്വമത്വം വർദ്ധിക്കുകയും സുതാര്യത ഇല്ലാതാവുകയും ചെയ്യുന്നു. 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സാമ്പത്തിക വിദഗ്ധർ പോലും ഇത്തരം നീക്കങ്ങൾ മുൻപെങ്ങും കണ്ടിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സംഭവം എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണകൂടത്തിലെ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടോ, അതോ വിപണിയിലെ പ്രവചന സ്വഭാവമുള്ള അൽഗരിതംസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളാണോ ഇതിന് പിന്നിലെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എണ്ണയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ എണ്ണയും തമ്മിലുള്ള ഈ ഒരു അവിശുദ്ധ ബന്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിഗൂഢമായ 840 കോടി രൂപയുടെ ലാഭം ഒരു വലിയ ഹിമശൈലത്തിന്റെ അറ്റം മാത്രമാണോ, അതോ യാദൃശ്ചികമാണോ? ഉത്തരത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.